ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ക്യാൻസർ എന്ന മാരകരോഗത്തിന് അടിമപ്പെട്ടവർ ഇന്ന് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നില്ല. വേദനയുടെ ലോകത്തു നിന്നും നിറങ്ങളുടെ ലോകത്തേക്ക് കടന്നു വരികയാണവർ. അതിജീവനത്തിന്റെയും പ്രത്യാശയുടെയും പുനർജനിയിലൂടെ ക്യാൻസർ രോഗത്തെ അതിജീവിച്ചവർ പോലീസ് ക്ലബ്ബിൽ ഒരുക്കിയ നിറച്ചാർത്ത് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. കോഴിക്കോട് നഗരത്തിലെ കോഫി ഷോപ്പിൽ അനാശാസ്യം. യുവമോർച്ച പ്രവർത്തകർ കോഫി ഷോപ്പ് അടിച്ചു തകർത്തു. പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട തൊഴിൽ മന്ത്രി മുതലാളിമാരുടെ വക്താക്കളായി മാറിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഭാസ്കരൻ. കടലുണ്ടി വാവുത്സവത്തിന് 10,000. മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. നഗരത്തിലെ കോഫി ഷോപ്പിൽ അനാശാസ്യം നടക്കുന്നുവെന്നാരോപിച്ച് യുവമോർച്ച പ്രവർത്തകർ കോഫി ഷോപ്പ് അടിച്ചു തകർത്തു. വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന കോഫി ഷോപ്പുകൾക്കെതിരെ നടപടി വേണമെന്ന് യുവമോർച്ച ആവശ്യപ്പെട്ടു. പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കോഴിക്കോട് നഗരത്തിലെ കോഫി ഷോപ്പിൽ അനാശാസ്യം നടക്കുന്നുവെന്നാരോപിച്ച് യുവമോർച്ച പ്രവർത്തകർ നഗരത്തിലെ കോഫി ഷോപ്പ് അടിച്ചു തകർത്തു. PT ഉഷ റോഡിലെ കോഫി ഷോപ്പിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തിയ യുവമോർച്ച പ്രവർത്തകർ ഷോപ്പിന്റെ മുൻവശത്തെ ഗ്ലാസുകളും മേശ, കസേര, TV എന്നിവയാണ് അടിച്ചു തകർത്തത്. കോഫി ഷോപ്പ് ഇവിടെ വേണ്ട. ഈ കോഫി ഷോപ്പിൽ അനാശാസ്യം നടക്കുന്നുവെന്ന വാർത്തയെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെയായിരുന്നു യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. കോഫി ഷോപ്പിന്റെ പാർക്കിംഗ് ഏരിയയിൽ നടന്ന അനാശാസ്യ ദൃശ്യങ്ങൾ യുവമോർച്ച പ്രവർത്തകരുടെ കയ്യിലുണ്ടെന്നും ഈ തെളിവുകൾ സഹിതം പോലീസിന് വ്യക്തമായ സൂചന നൽകിയിട്ടും ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ലെന്നും ആക്ഷേപവുമുണ്ട്. നഗരത്തിലെ വിദ്യാർത്ഥിനികളെ വഴിതെറ്റിക്കുന്ന ഇത്തരം കോഫി ഷോപ്പുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് യുവമോർച്ച പ്രവർത്തകർ ആവശ്യപ്പെട്ടു. തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട തൊഴിൽ മന്ത്രി മുതലാളിമാരുടെ വക്താക്കളായി മാറിയിരിക്കുകയാണെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഭാസ്കരൻ. തൊഴിൽ മന്ത്രിയുടെ പിടിവാശിക്കും തൊഴിലാളി വിരുദ്ധ സമീപനത്തിനുമെതിരെ ജില്ലാ ലേബർ ഓഫീസിലേക്ക് തോട്ടം തൊഴിലാളികൾ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ മന്ത്രിയുടെ പിടിവാശിക്കും തൊഴിലാളി വിരുദ്ധ സമീപനത്തിനുമെതിരെയാണ് തോട്ടം തൊഴിലാളികൾ ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ശമ്പള പരിഷ്കരണത്തിനായി PLC യോഗം ചേരുന്നതിന് തൊഴിൽ മന്ത്രി തടസ്സം നിൽക്കരുതെന്നും തൊഴിലാളികളെ APL ലിസ്റ്റിൽ നിന്നും BPL ലിസ്റ്റാക്കാൻ സർക്കാർ തയ്യാറാവാത്തതിലും 2010 പ്ലാന്റേഷൻ ലേബർ ആക്ട് കേരളത്തിൽ നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം. കേരള പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ച് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട തൊഴിൽ മന്ത്രി മുതലാളിമാരുടെ വക്താക്കളായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. തോട്ടം മുതലാളിമാരുടെയോ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെയോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയല്ല ലേബർ ഡിപ്പാർട്ട്മെന്റ് തൊഴിലാളികൾ ഉന്നയിക്കുന്ന ന്യായമായ പ്രശ്നങ്ങൾ
അത് ന്യായമായവയാണെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനാവശ്യം നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വിശ്വനാഥൻ, ജില്ലാ കൺവീനർ എം ധർമ്മജൻ, പേരാമ്പ്ര യൂണിറ്റ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ, കുറുമ്പ്രനാട്ട് താലൂക്ക് എക്സ്ചേഞ്ച് കമ്മിറ്റി പ്രസിഡന്റ് നടോൾ രവി എന്നിവർ സംസാരിച്ചു. മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കടലുണ്ടി വാവുത്സവം ഭക്തി നിറവിൽ കൊണ്ടാടി. പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്താനും ഉത്സവ വിശേഷങ്ങളിൽ പങ്കാളികളാകാനും ആയിരങ്ങളാണ് കടലുണ്ടിയിലെത്തിയത്. കടലുണ്ടിയുടെ ദേശോത്സവമായ വാവുത്സവത്തിന് 1000-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്. പേടിയാട്ട് ഭഗവതിയുടെയും മകൻ ജാദവന്റെയും ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായ കടലുണ്ടി വാവുത്സവം നടന്നു. തുലാമാസത്തിലെ കറുത്തവാവ് ദിനത്തിൽ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്താനും ഉത്സവ വിനോദമേളകളിൽ പങ്കാളികളാകാനും ആയിരക്കണക്കിന് ആളുകളാണ് കടലുണ്ടിയിലേക്ക് എത്തിയത്. മലബാറിലെ ക്ഷേത്രോത്സവങ്ങളുടെ നാന്ദിയായാണ് കടലുണ്ടി വാവുത്സവം. പേടിയാട്ടുകുന്നിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട അമ്മ ഭഗവതി മകൻ ജാദവനുമായി കടലുണ്ടി വാക്കടവിൽ സന്ധിക്കുകയും അമ്മ കടലിൽ നീരാടുകയും ചെയ്യുന്നതാണ് വാവുത്സവം. കടലുണ്ടിയുടെ ദേശോത്സവമായി പറയപ്പെടുന്ന വാവ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമോത്സവമായി ആചരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നിരവധി സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട്. ദീപാലങ്കാരങ്ങളടക്കം സ്ഥാപിച്ച് കടലുണ്ടിക്കാർ വാവുത്സവത്തെ വരവേൽക്കുകയാണ്. ബലിതർപ്പിക്കാൻ എത്തുന്നവർക്കായി സമീപത്തെ ക്ഷേത്രങ്ങളിൽ താമസ സൗകര്യവും ബലിയർപ്പിക്കാനുള്ള സൗജന്യ സേവനവും ഒരുക്കിയിരുന്നു. ആചാരപ്രകാരം ജാദവൻ ഊരുചുറ്റലിന് പുറപ്പെട്ടതോടെയാണ് പ്രസിദ്ധമായ കടലുണ്ടി വാവുത്സവത്തിന് തുടക്കമായത്. പഞ്ചവാദ്യങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു കാരകളിപ്പറമ്പിലെ കോട്ടയിൽ നിന്നുള്ള ജാദവൻ പുറപ്പാട്. ചൂരലിൽ നിർമ്മിച്ച കുതിരപ്പുറത്ത് പ്രതിഷ്ഠിച്ച ജാദവ വിഗ്രഹവുമായി ചോപ്പൻകോട്ടയിലെ അവകാശി ജാദവനെ എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് കിഴക്കോട്ട് മുഖം തിരിച്ചുവച്ചു. തുടർന്ന് 3 തവണ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. ഭക്തരുടെ നിറസാന്നിധ്യത്തിൽ അവകാശികളായ അമ്പാളി കാരണവരുടെ അകമ്പടിയിൽ കുന്നത്ത് നമ്പ്യാർ ജാദവനെ ഊരുചുറ്റലിന് കൊണ്ടുപോകാൻ അനുവാദം നൽകി. ഇളയ പെരുവണ്ണാന്റെ വാദ്യത്തോടെ ചോപ്പൻകോട്ടയിലെ അവകാശി തോളിലേറ്റി കാരകളിപ്പറമ്പിലേക്ക് എഴുന്നള്ളിച്ചു. എണ്ണയാട്ടിൽ നിന്ന് വഴിപാടുകളും മണ്ണൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് പൂമാലകളും സ്വീകരിച്ച ശേഷം കാരകളിപ്പറമ്പിലെത്തി ഭക്തർക്കൊപ്പം കാരകളിച്ചു. കാരമണി പന്തിന്റെ രൂപത്തിൽ കെട്ടിപ്പൊതിഞ്ഞ് ജാദവനെ തോളിലേറ്റിയ ചോപ്പൻ കാൽകൊണ്ടും ഭക്തർ കൈകൊണ്ടും കളിക്കുന്ന കാഴ്ച കാണാൻ വിശ്വാസികൾ തിങ്ങി നിറഞ്ഞു. സന്ധ്യയോടെ പേടിയാട്ട് ക്ഷേത്രത്തിന് സമീപമെത്തിയ ജാദവൻ കാവിലെ പൂജകൾക്ക് ശേഷം വീണ്ടും ഗൃഹസന്ദർശനത്തിന് പുറപ്പെട്ടു. മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ ഉത്സവത്തിന് 1000-ലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. പിതൃമോക്ഷ പുണ്യം തേടി ആയിരങ്ങൾ തുലാമാസ വാവുബലി തർപ്പണം നടത്തി. പരേതാത്മാക്കൾക്ക് എള്ളും പൂവും അർപ്പിച്ച് ബലിച്ചോറൂട്ടാൻ സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരങ്ങളാണ് ഗോദീശ്വരം ക്ഷേത്ര പരിസരത്ത് എത്തിയത്. ബേപ്പൂർ കല്ലിങ്ങൽ കടൽക്കരയിലെ പുരാതനമായ ഗോദീശ്വരം ക്ഷേത്രത്തിലേക്ക് വാവുബലിക്ക് ജനപ്രവാഹം. ബുധനാഴ്ച രാത്രി 8 മണിക്ക് ആരംഭിച്ച പിതൃകർമ്മത്തിനായി കോഴിക്കോടിനു പുറമെ വയനാട്, കണ്ണൂർ, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് എത്തിയത്. ഇക്കഴിഞ്ഞ കർക്കിടക വാവുബലിക്ക് 8000 പേർ ഗോദീശ്വരത്തെത്തിയിരുന്നു. ഇക്കുറി 10000 പേർക്ക് ബലികർമ്മത്തിനുള്ള സജ്ജീകരണങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ഏർപ്പെടുത്തിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി പനോളി വാസുദേവന്റെ പ്രധാന കാർമ്മികത്വത്തിൽ പയ്യാനക്കൽ ശശിധരൻ, പിണ്ണാണത്ത് ഷൈജു, കടപ്പയിൽ ഷാജി, പിണ്ണാണത്ത് ജനാർദ്ദനൻ എന്നിവരാണ് പിതൃകർമ്മത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയത്. ബലികർമ്മം ചെയ്യുന്നവർക്ക് മഴ കൊള്ളാതിരിക്കാൻ കല്ലിങ്ങൽ കടൽക്കരയിൽ 2 വിശാലമായ പന്തലാണ് ഒരുക്കിയിരുന്നത്. വ്യാഴാഴ്ച രാവിലെ 10 മണിവരെയായിരുന്നു ബലികർമ്മങ്ങൾ. പിതൃമോക്ഷ പുണ്യം തേടി ആയിരങ്ങളാണ് തുലാമാസ വാവുബലിക്കായി വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലെത്തിയത്. പരേതാത്മാക്കൾക്ക് എള്ളും പൂവും അർപ്പിച്ച് ബലിച്ചോറൂട്ടാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങളാണ് വരയ്ക്കൽ കടപ്പുറത്തെത്തിയത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് വരയ്ക്കൽ ക്ഷേത്രം കമ്മിറ്റിയും ശ്രീകണ്ഠേശ്വര ക്ഷേത്ര കമ്മിറ്റിയും വരയ്ക്കൽ ബലിതർപ്പണ സമിതിയും വരയ്ക്കൽ കടപ്പുറത്ത് ബലിതർപ്പണത്തിനായി വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇവർ സജ്ജീകരിച്ച ടെന്റുകളിൽ നിന്ന് ബലിതർപ്പണത്തിനുള്ള സാമഗ്രികൾ വാങ്ങിയാണ് വിശ്വാസികൾ ബലിതർപ്പണം നടത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ആരംഭിച്ച ബലിതർപ്പണം രാത്രി വൈകിയും തുടർന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പരിസരത്ത് പുലർച്ചെ 5 മുതൽ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. മണക്കടവ് തീർത്ഥസ്ഥാനം, തൊടിയിൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലും ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല സ്കൂൾ കലോത്സവം ചാത്തമംഗലം ദയാപുരം റെസിഡൻസ് സ്കൂളിൽ തുടക്കമായി. മലബാർ മേഖലയിലെ വിദ്യാലയങ്ങളിൽ നിന്നും 2000-ലധികം മത്സരാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഉത്തരമേഖല സ്കൂൾ കലോത്സവത്തിനാണ് കോഴിക്കോട് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിൽ തുടക്കമായത്. മലബാർ മേഖലയിൽ നിന്നുള്ള വിവിധ CBSE സ്കൂളുകളിലെ 2000-ഓളം വിദ്യാർത്ഥികളാണ് വിവിധ ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. ദയാപുരം ക്യാമ്പസിലെ 10 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. വിപുലമായ ഒരുക്കങ്ങളാണ് ഇതിനുവേണ്ടി നടത്തിയിരിക്കുന്നത്.
നോർത്ത് 5 ഡിസ്ട്രിക്റ്റിൻ്റെ കലോത്സവമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് തുടങ്ങി വച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ കഴിവിൻ്റെ പരമാവധി ദയാപുരത്തിൻ്റെ സ്വഭാവത്തിന് മുൻനിർത്തിക്കൊണ്ട് ദയാപുരത്തിൻ്റെ സൗകര്യങ്ങളും മറ്റൊക്കെ വെച്ചിട്ട് മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മത്സരത്തിന്റെ ആദ്യ ദിനത്തിൽ 125 പോയിന്റുകൾ നേടി MES പബ്ലിക് സ്കൂൾ തിരൂർ ഒന്നാം സ്ഥാനത്താണ്. വടകര റാണി പബ്ലിക് സ്കൂൾ 120 പോയിന്റും വടകര ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ 103 പോയിന്റ് നേടി യഥാക്രമം 2ഉം 3ഉം സ്ഥാനത്താണ്. മത്സരങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ടാണ് സമാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെപ്പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. ഔഷധവില നിയന്ത്രണം കൈയൊഴിയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ വെൽഫെയർ പാർട്ടി ജനകീയ വോട്ടെടുപ്പ് സംഘടിപ്പിച്ചു. വോട്ടെടുപ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പരിസരത്ത് ജില്ലാ പ്രസിഡന്റ് PC ഭാസ്കരൻ നിർവഹിച്ചു. ഒക്ടോബർ 25 വരെയാണ് സംസ്ഥാനത്തിലുടനീളമുള്ള ഹോസ്പിറ്റലുകളിലും ഹെൽത്ത് സെന്ററുകളിലും വോട്ടെടുപ്പ് നടക്കുക. ഔഷധവില നിയന്ത്രണം കൈയൊഴിയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെയാണ് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ വോട്ടെടുപ്പ് സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തുടനീളമുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ, താലൂക്ക് ഹോസ്പിറ്റലുകൾ, ജില്ലാ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എന്നിവയ്ക്ക് സമീപമാണ് ഒക്ടോബർ 25 വരെ വോട്ടെടുപ്പ് നടക്കുന്നത്. ജനകീയ വോട്ടെടുപ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പരിസരത്ത് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് PC ഭാസ്കരൻ നിർവഹിച്ചു. സി ഗംഗാധരൻ മാസ്റ്റർ, ഉപഭോക്തൃവേദി ജില്ലാ പ്രസിഡന്റ് TK അസീസ്, ചന്ദ്രൻ തൃപ്പണത്ത്, മുസ്തഫ പാലാഴി എന്നിവർ സംസാരിച്ചു. ഫറൂഖ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടന്ന വോട്ടെടുപ്പ് മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് PA പൗരൻ ഉദ്ഘാടനം ചെയ്തു. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് തൊട്ടുമുമ്പ് ഇന്ത്യയിൽ നിലവിലുള്ള മരുന്ന് വില നിയന്ത്രണ അതോറിറ്റിയുടെ അധികാരം വെട്ടിക്കുറച്ച് 108 ഇനം മരുന്നുകളുടെ വില നിയന്ത്രണാധികാരം എടുത്തുകളഞ്ഞത് സ്വദേശ വിദേശ കുത്തകൾക്ക് വേണ്ടിയാണെന്ന് പാർട്ടി ആരോപിച്ചു. സാധാരണക്കാരുടെ നട്ടെലൊടിക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ശേഖരിക്കുന്ന പ്രതിഷേധ വോട്ടുകൾ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഹയർ സെക്കൻഡറി മലയാളം അധ്യാപക വേദിയും ജില്ലാ പഞ്ചായത്ത് വിജയോത്സവം പദ്ധതിയും സംയുക്തമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി മലയാളം അധ്യാപകർക്കായി നടത്തിയ ശില്പശാല വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി മലയാളം അധ്യാപക വേദിയും ജില്ലാ പഞ്ചായത്ത് വിജയോത്സവം പദ്ധതിയും സംയുക്തമായി ഹയർ സെക്കൻഡറി മലയാളം അധ്യാപകർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തളി സാമൂതിരി ഹൈസ്കൂളിൽ നടന്ന ശില്പശാല വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ ഉദ്ഘാടനം ചെയ്തു. ഭാഷാ പഠനം അത് മലയാളമാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും തമിഴാണെങ്കിലും അറബി ആണെങ്കിലും ഉറുദു ആണെങ്കിലും എല്ലാം കുട്ടിയുടെ ബുദ്ധി വൈഭവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. 9 മേഖലകളുള്ള നമ്മുടെ ബുദ്ധി വൈഭവത്തിന് നന്നായി ശോഭിക്കാൻ കഴിയാവുന്ന, കുട്ടിയുടെ വ്യക്തിത്വത്തെ പ്രദർശിപ്പിക്കാൻ കഴിയാവുന്ന, പ്രതിഫലിപ്പിക്കാൻ കഴിയാവുന്ന നല്ല മേഖലയാണ് ഭാഷകൾക്ക് അല്ലെങ്കിൽ ഭാഷാ പഠനത്തിന്, ഭാഷ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിൽ എല്ലാം ഉള്ളത്. ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ A നൌഷാദ് അധ്യക്ഷത വഹിച്ചു. PK രാജൻ, C മുരളി മോഹൻ, AK അബ്ദുൽ ഹാജി, സജീഷ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു.
വില വർധനവിനെതിരെയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കുമെതിരെയും കേരള മഹിളാ സംഘം കൊയിലാണ്ടി പരിസരത്ത് കൂട്ടധർണ നടത്തി. CPI അസിസ്റ്റന്റ് സെക്രട്ടറി AK ചന്ദ്രൻ മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. വില വർധനവിനെതിരെയും അധിക നികുതി വർധനവിനെതിരെയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയും കേരള മഹിളാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊയിലാണ്ടി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മഹിളകളുടെ കൂട്ടധർണ സംഘടിപ്പിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി AK ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രശേഖരൻ നായർ അദ്ദേഹത്തെ കേരളത്തിൽ മറക്കാൻ കഴിയില്ല, കേരളത്തിലെ ജനങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും, നിത്യാവശ്യ സാധനങ്ങളും ന്യായമായ വിലക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായ പൊതുവിതരണ ശൃംഖലകൾ വിമല ടീച്ചർ, P വസന്തം, കല്യാണി ടീച്ചർ, C പത്മാവതി, എലിസബത്ത്, ആശ ശശാങ്കൻ, സതി കണ്ണൻ, K ഓമന, റീന സുരേഷ് എന്നിവർ സംസാരിച്ചു. ഒട്ടേറെ തെറ്റിദ്ധരിക്കപ്പെട്ട പലർക്കും തിരിച്ചറിയാൻ കഴിയാതെ പോയ വലിയ മനുഷ്യനായിരുന്നു മുൻ KPCC ആക്ടിംഗ് പ്രസിഡന്റ് ഡോക്ടർ KG അടിയോടിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP. നെഹ്റു വിചാർവേദി സംഘടിപ്പിച്ച ഡോക്ടർ KG അടിയോടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുല്ലപ്പള്ളി. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പരാജയത്തിൽ നിരാശപ്പെടേണ്ടതില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് KG അടിയോടി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മവീര്യമുള്ള കോൺഗ്രസുകാർ ഉള്ളിടത്തോളം കോൺഗ്രസ് തകരില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുവന്ന ചരിത്രമാണ് കോൺഗ്രസിന്റേത്. KG അടിയോടിയെ പോലുള്ള കരുത്തുറ്റ നേതാക്കൾ കോൺഗ്രസിന്റെ ശക്തിയായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ഇന്ത്യക്ക് മാതൃകയായ പദ്ധതികൾ നടപ്പിലാക്കിയ മന്ത്രിയായിരുന്നു KG അടിയോടി. സത്യത്തെ മാത്രമേ അദ്ദേഹം മാനിച്ചിരുന്നുള്ളൂവെന്നും മുല്ലപ്പള്ളി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിൽ അങ്ങനെ തകർക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മരിക്കുമെങ്കിൽ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തോടൊപ്പം മാത്രമേ മരിക്കൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നെഹ്റു വിചാർവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ ചെയർമാൻ EK ഗോപാലകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ UDF കൺവീനർ അഡ്വക്കേറ്റ് P ശങ്കരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. N സുബ്രഹ്മണ്യൻ, അഡ്വക്കേറ്റ് K ജയന്ത്, KC രാമചന്ദ്രൻ, ഡോക്ടർ K മൊയ്തു, ഡോക്ടർ CM അബൂബക്കർ, നെഹ്റു വിചാർവേദി ജനറൽ സെക്രട്ടറി ദേവദാസ് നെല്ലിക്കോട് എന്നിവർ സംസാരിച്ചു. ഊരുകളിലും കൃഷിപ്പാടത്തും ആചാരമായി അനുഷ്ഠിക്കുന്ന നൃത്തച്ചുവടുകളും തുടിതാളങ്ങളും നഗരസന്ധ്യയ്ക്ക് അപൂർവ കലാവിരുന്നായി. കൃത്താഡ്സ് ആദികലാകേന്ദ്രത്തിൽ നടന്ന പണിയ കലാപരിശീലനത്തിന്റെ സമാപനത്തിലാണ് ടൗൺ ഹാളിൽ കലാപ്രകടനം നടന്നത്. ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ കീഴിൽ പകലറുതി വരെ പണിയെടുത്ത് അന്തിക്കിത്തിരി അരിയുമായി എത്തുന്ന പണിയൻ കഞ്ഞിയാകുന്നതുവരെ മക്കളുടെ വിശപ്പകറ്റാൻ പാടുന്ന പാട്ടിന്റെ വേദന നഗരമറിഞ്ഞു. കാടിറങ്ങി വന്ന പാട്ടിൽ പതിഞ്ഞുകിടന്നത് മണ്ണിന്റെ നേരാവകാശികളുടെ ജീവിത സഹനത്തിന്റെ നേർവരികളായിരുന്നു. കോഴിക്കോട് കൃത്താഡ്സ് ആദികലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിലാണ് പണിയ നൃത്തത്തിന്റെ ചുവടുണർന്നത്. ചേവായൂരിലെ കൃത്താഡ്സ് ആസ്ഥാനത്ത് നടന്നുവന്ന പണിയ നൃത്ത പരിശീലന പഠനകളരിയുടെ സമാപനത്തിന്റെ ഭാഗമായാണ് നൃത്തപരിപാടി അരങ്ങേറിയത്. പണിയ കുടുംബങ്ങളിലെ ആഘോഷവേളകളിലും കല്യാണം, തിരണ്ട് കല്യാണം, അടിയന്തരം തുടങ്ങിയ വേളകളിലും പെണ്ണുങ്ങൾ വട്ടം കൂടി നിന്ന് പാടി നൃത്തം ചെയ്യുന്ന വട്ടക്കളി, ജന്മിമാരുടെ കൃഷിയിടത്തിൽ പണിയെടുത്ത് തളരുമ്പോൾ ആയാസമകറ്റാൻ പാടുന്ന കമ്പളക്കളി എന്നീ പണിയ നൃത്തങ്ങളാണ് വയനാട്ടിൽ നിന്നുള്ള പണിയ കലാകാരന്മാർ അവതരിപ്പിച്ചത്. നിലനിൽപ്പിനായി പോരാടുന്ന ജനതയുടെ ജീവിതമായ തുടിമേളം ടൗൺ ഹാളിലെ തിങ്ങി നിറഞ്ഞ സദസ്സിൽ കാടിന്റെ സ്മരണകൾ ഉണർത്തി. K ചാമൻ, M പങ്കജം, K കല്യാണി, K ശാന്ത, K ശോഭ, PV വേലായുധൻ, EK മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പണിയ നൃത്തം അവതരിപ്പിച്ചത്. സമാപന സമ്മേളനം A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഫോക്ലോർ അക്കാദമി ജേതാവ് ഗിരീഷ് ആമ്ര മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൃത്താഡ്സ് ഡയറക്ടർ ഡോക്ടർ AS ബിന്ദു അധ്യക്ഷം വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, പട്ടികവർഗ വികസന ഓഫീസർ K കൃഷ്ണൻ, കലാമണ്ഡലം രമേശ്, ഡോക്ടർ KS പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. അഹംഭാവത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും നേരെ നർമ്മത്തിൽ നാലും കൂട്ടി മുറുക്കിത്തുപ്പുകയായിരുന്നു രാമദാസ് വൈദ്യർ ചെയ്തതെന്ന് ദേശാഭിമാനി വാരിക പത്രാധിപർ ഡോക്ടർ KP മോഹനൻ അഭിപ്രായപ്പെട്ടു. രാമദാസ് വൈദ്യർ അനുസ്മരണ സമിതി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. मेरे सारे बेटिए गहरे हो
സംസ്ഥാനത്ത് മതേതര മൂല്യങ്ങൾ ഭീഷണി നേരിടുന്നതായി രാംദാസ് വൈദ്യർ അനുസ്മരണ സമ്മേളനം അഭിപ്രായപ്പെട്ടു. വൈദ്യരുടെ 16ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ സമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. 20 വർഷം മുൻപുള്ളതിനേക്കാൾ മതചിഹ്നങ്ങളും വിളികളും നിഷേധാത്മക അർത്ഥത്തിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതായി ചടങ്ങിൽ സംസാരിച്ചവർ ചൂണ്ടിക്കാട്ടി. സമൂഹത്തിന്റെ അഹംഭാവങ്ങൾക്കും പൊങ്ങച്ചകൾക്കുമെതിരെ ശക്തമായി പ്രതികരിച്ച പ്രതിഭയായിരുന്നു രാംദാസ് വൈദ്യരെന്നും പ്രഭാഷകർ ചൂണ്ടിക്കാട്ടി. പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ കെ പി മോഹനൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. എം കെ പ്രേംനാഥ് അധ്യക്ഷം വഹിച്ചു. കോയ മുഹമ്മദ്, സുഭാഷ് ബാബു, ഇ വി ബാലകൃഷ്ണൻ, കണ്ണൻ കൂത്താളി, കമാൽ വരദൂർ, ഭാസി മലാപ്പറമ്പ്, കെ പി സുധീര, എ സജീവൻ, ടി വേലായുധൻ എന്നിവർ സംസാരിച്ചു. INTUC യുവജന വിഭാഗം ജില്ലാ കൺവെൻഷൻ MLA കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യുവാക്കളെ ആകർഷിക്കാൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ കക്ഷികൾ മത്സരിക്കുമ്പോൾ അവരെ ജനാധിപത്യ പ്രക്രിയയിൽ നിലനിർത്താൻ INTUC യുവജന വിഭാഗം മുൻകൈ എടുക്കണമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. യുവാക്കളെ ആകർഷിക്കാൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ കക്ഷികൾ മത്സരിക്കുമ്പോൾ അവരെ ജനാധിപത്യ പ്രക്രിയയിൽ നിലനിർത്താൻ INTUC യുവജന വിഭാഗം മുൻകൈയെടുക്കണമെന്ന് കെ മുരളീധരൻ MLA പറഞ്ഞു. INTUC യുവജന വിഭാഗം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തോറ്റുകൊണ്ടിട്ട് കോൺഗ്രസിന്റെ ഉള്ള ജീവനും പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചില മാധ്യമങ്ങൾ ഇവിടെ വാർത്ത വരുന്നത്. അതൊട്ടും ശരിയല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് തോൽവിയെ ഞാൻ തോൽവിയായിട്ട് തന്നെയാണ് കാണുന്നത്. INTUC ജില്ലാ പ്രസിഡന്റ് M രാജൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി കെ ജയന്ത്, INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ദിനേശ് പെരുമണ്ണ, നിഷാബ് മുല്ലോളി, TM ചന്ദ്രൻ, TM അശോകൻ, PMA നാസർ, സുനീഷ് മാമിയിൽ, K രാജീവ്, K അനന്തൻ നായർ, N വിപിൻ എന്നിവർ പ്രസംഗിച്ചു. നർമ്മദ നങ്ങൈ പുനർജനി ക്യാൻസർ ക്രൂസൈഡർ സൊസൈറ്റിയുമായി സഹകരിച്ച് പോലീസ് ക്ലബ്ബിൽ നർമ്മദ വസ്ത്രമേളയ്ക്ക് തുടക്കമായി. ക്യാൻസർ രോഗത്തെ അതിജീവിച്ചവരാണ് വസ്ത്രമേളയ്ക്ക് മേൽനോട്ടം നൽകുന്നത്. വസ്ത്രമേളയോടൊപ്പം കരകൗശല വസ്തുക്കളുടെ വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട്. നിറങ്ങളുടെ ലോകത്തേക്കുള്ള തിരിച്ചുവരവിലാണവർ. ഉപഭോക്താക്കൾക്ക് മുന്നിൽ അവർ നിരത്തുന്ന വസ്ത്രങ്ങളിൽ അതിജീവനത്തിന്റെയും പ്രത്യാശയുടെയും നിറച്ചാർത്ത്. പോലീസ് ക്ലബ്ബിൽ ആരംഭിച്ച നർമ്മദ വസ്ത്രമേളയ്ക്ക് മേൽനോട്ടം നൽകുന്നത് ക്യാൻസർ രോഗത്തെ അതിജീവിച്ചവരാണ്. നർമ്മദ ലേബലും പുനർജനി ക്യാൻസർ ക്രൂസൈഡർ സൊസൈറ്റിയും ചേർന്നാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. പുനർജനി അംഗങ്ങൾക്ക് അവർ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ വിൽപ്പന നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സ്തനാർബുദത്തെക്കുറിച്ചുള്ള ലഘുലേഖ മേളയ്ക്കെത്തുന്നവർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. രാവിലെ 9:30 മുതൽ രാത്രി 8 വരെയാണ് പ്രദർശനം. മീന പ്രിന്റ് സാരികൾ, കേരള സാരികൾ, ചേന്തേരി, ജംദാനി സാരികൾ, കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ തുടങ്ങിയവ പ്രദർശനത്തിലുണ്ട്. 250 രൂപ മുതൽ 3500 രൂപ വരെയാണ് വില. 24-ന് മേള സമാപിക്കും. കവി A അയ്യപ്പന് 4ാം ചരമവാർഷിക ദിനത്തിൽ സുഹൃത്തുക്കളുടെയും ആസ്വാദകരുടെയും സ്മരണാഞ്ജലി. സാംസ്കാരിക ലോകത്തിന്റെ അത്രയേറെ ശ്രദ്ധയിൽ പതിയാത്ത ലളിതകലാ അക്കാദമിയുടെ പിൻവശം മനോഹരമായി അലങ്കരിച്ചാണ് ആസ്വാദക കൂട്ടം ഇഷ്ടകവിയുടെ ഓർമ്മയ്ക്ക് അരങ്ങൊരുക്കിയത്. അനുസ്മരണ പരിപാടി കവി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കവിതാലാപനവും ചിത്ര ഫോട്ടോ പ്രദർശനവുമായി കവി A അയ്യപ്പൻ അനുസ്മരണ പരിപാടികൾക്ക് തുടക്കം. ജീവനുറ്റ ചിത്രങ്ങളിലൂടെ കവിയുടെ ഓർമ്മകൾ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നിറഞ്ഞു. ചിത്രകാരൻ K പ്രഭാകരൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. തീപിടിച്ച വിചാരങ്ങളെ ശിരസേറ്റിയ കവിയെയാണ് ചിതറിയ മുടിയുമായി ഫ്രാൻസിസ് കോടങ്കണ്ടത്ത് ദൃശ്യവൽക്കരിക്കുന്നത്. അറുത്തെടുത്ത് തളികയിൽ വെച്ച രക്തമിറ്റുന്ന ആടിന്റെ ശിരസിനെ പൂക്കൾക്കപ്പുറത്തുനിന്ന് കാണുന്ന അയ്യപ്പന്റെ ചിത്രം T മൻസൂറാണ് വരച്ചത്. അപകടത്തിൽ പരിക്കേറ്റവന്റെ കീശയിൽ നിന്ന് തെറിച്ചു വീണ 5 രൂപ നോട്ടിൽ തറച്ച കണ്ണുകളാണ് മറ്റൊരു ചിത്രം. K ഷെരീഫ്, റസാഖ് കോട്ടക്കൽ, ബൈജു രാജ്, യൂനസ് മുസ്ലിയാരകത്ത്, ജൈന, അജയൻ കാരാടി എന്നിവരുടെ സൃഷ്ടികളും പ്രദർശനത്തിലുണ്ട്. ഉടഞ്ഞ കണ്ണാടിയും E സുധാകരൻ ഒരുക്കിയ വെന്തകുരങ്ങൻ വിസിലൂതുന്ന ശില്പവും പ്രദർശനത്തെ വ്യത്യസ്തമാക്കുന്നു. അനുസ്മരണം കവി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ശിവശങ്കരൻ അയ്യപ്പന്റെ കവിത ആലപിച്ചു. കൽപ്പറ്റ നാരായണൻ, K വീരാൻകുട്ടി, പോൾ കല്ലാനോട്, P സുന്ദരരാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഒരു നിലവിളി കേട്ടോ എന്ന നാടകവും അയ്യപ്പന്റെ കവിതകളെ ആസ്പദമാക്കി C ശരത്ചന്ദ്രൻ തയ്യാറാക്കിയ വീഡിയോ ചിത്രവും പ്രദർശിപ്പിച്ചു. മഹർഷി ദയാനന്ദ സരസ്വതിയുടെ മഹാസമാധി ദിനത്തിന്റെ ഭാഗമായി കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ആചാര്യ MR രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹർഷി ദയാനന്ദ സരസ്വതിയുടെ മഹാസമാധി ദിനത്തിന്റെ ഭാഗമായി കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ദീപാവലി ദിനത്തിൽ കശ്യപാശ്രമത്തിൽ നടന്ന പരിപാടി ആചാര്യ MR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ദീപാവലി സന്ദേശവും നൽകി. ദീപാവലി വളരെ വിപുലമായി രാജ്യമെങ്ങും ആഘോഷിക്കുകയാണ്. ദീപം അഥവാ അഗ്നി നമ്മെ മുന്നോട്ട് നയിക്കുന്നു
അഗ്നി നയസുപധാരായി ഞങ്ങളെ നല്ല വഴിയിലൂടെ നയിക്കുന്ന ഒരു പ്രകാശമാണ്. ദുർഗമയ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കട്ടെ എന്ന് സുരേഷ് പെരുവയിൽ അധ്യക്ഷം വഹിച്ചു. ചന്ദ്രശേഖരൻ കെ, ബാബുരാജ് ഒ, വിപിൻ ദാസ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് മാഞ്ചേരി നാരായണൻ ആരോദ്ദേശമാല എന്ന പുസ്തകം ഭുവനേഷ് നൽകിക്കൊണ്ടും മനോജ് എസ് മഹർഷി ദയാനന്ദ സരസ്വതി ജീവിതവും ദർശനവും എന്ന പുസ്തകം ജിനിത്തമ്മന് നൽകിക്കൊണ്ടും പ്രകാശനം ചെയ്തു. ഇനി ഉത്സവ വിശേഷങ്ങളിലേക്ക്. അരക്കണർ പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദീപാവലിയോടനുബന്ധിച്ച് ചുറ്റുവിളക്കുകൾ തെളിയിച്ചു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ രവീന്ദ്രൻ, രാജൻ, ഉദയവർമ്മ രാജ എന്നിവർ നേതൃത്വം നൽകി. ചുറ്റുവിളക്ക് തെളിയിക്കാൻ നിരവധി ഭക്തജനങ്ങളും എത്തിച്ചേർന്നു. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷം വൃശ്ചികം 1 നവംബർ 17 കൊടിയേറ്റത്തോടെ ആരംഭിച്ച് നവംബർ 28 ആറോട്ടോടുകൂടി സമാപിക്കും. ക്ഷേത്രതന്ത്രി അണ്ടലാടി ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവാഘോഷ പരിപാടികൾ നടക്കുക. ഇതിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ബിസിനസ് വാർത്തകൾ. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പായ എക്സ്പാനിയോ കോഴിക്കോട്ടും പ്രവർത്തനം ആരംഭിച്ചു. അഴകൊടി ക്ഷേത്രത്തിനു സമീപം യശോദ ആർക്കേഡിലാണ് കോഴിക്കോട് ഓഫീസ് പ്രവർത്തന സജ്ജമായത്. ഈവന്റ് സംഘാടക രംഗത്തും പരസ്യചിത്ര നിർമ്മാണത്തിലും താരങ്ങളുടെ പരിപാടികളിലും ആർഭാട വിവാഹങ്ങളിലും തങ്ങളുടെ പ്രവർത്തന മികവ് തെളിയിച്ചവരാണ് എക്സ്പാനിയോ. കോഴിക്കോട്ടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം മെർമർ ഇറ്റാലിയ MD സക്കീർ ഹുസൈൻ നിർവഹിച്ചു. ലോഗോ ലോഞ്ചിംഗ് സിനിമാ താരങ്ങളായ ഹേമന്ത് മേനോനും വെബ്സൈറ്റ് ലോഞ്ചിംഗ് ദേവി അജിത്തും കസ്റ്റമർ കെയർ ആപ്പ് നിയാസും ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടിനെ കൂടാതെ തിരുവല്ല, ബാംഗ്ലൂർ, ചെന്നൈ, വിജയവാഡ എന്നിവിടങ്ങളിലും ഈ ഗ്രൂപ്പിന് ശാഖകളുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്ന നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം വ്യാപകമാക്കേണ്ടതുണ്ടെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും അഡീഷണൽ ജില്ലാ ജഡ്ജിയുമായ RL ബൈജു അഭിപ്രായപ്പെട്ടു. സ്ത്രീ സുരക്ഷാ സമിതി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളുടെയും കുട്ടികളുടെയും കേസുകൾ കൈകാര്യം ചെയ്യാൻ സ്പെഷ്യൽ കോടതികൾ എല്ലാ ജില്ലകളിലും സ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രൊഫസർ CV കുമാരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TJ ഡിക്സൺ, CM കുട്ടപ്പൻ, എരവട്ടൂർ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യുവ സംവിധായകൻ ഹർഷദ് സംവിധാനം ചെയ്ത ദായവും 12 എന്ന മലയാള സിനിമയുടെ പ്രീമിയർ പ്രദർശനം ഒക്ടോബർ 25 ശനിയാഴ്ച കോഴിക്കോട് നളന്തയിൽ നടക്കും. സോളിഡാരിറ്റി യൂത്ത് സ്പ്രിംഗ് ഫിലിം ഫെസ്റ്റിവൽ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് സിനിമയുടെ പ്രദർശനം നടക്കുന്നത്. കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 24 വെള്ളിയാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ സത്യൻ ഒഡേസ, ശുഭ്രദീപ് ചക്രവർത്തി അനുസ്മരണവും ഡോക്യുമെന്ററി പ്രദർശനവും നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രിയും സോഷ്യലിസ്റ്റുമായ അരങ്ങിൽ ശ്രീധരൻ അനുസ്മരണത്തോടനുബന്ധിച്ച് ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 6 നടത്തുന്ന ദേശീയ സെമിനാറിന്റെ സംഘാടക സമിതി ഓഫീസ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഡോക്ടർ K മൊയ്തു ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 6 ഭാരതത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ദേശീയ സെമിനാറിൽ സംബന്ധിക്കും. സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ അഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CJ റോബിൻ, CE ചാക്കുണ്ണി, PMB പണിക്കർ, MK പ്രേംനാഥ്, അഡ്വക്കേറ്റ് EM ബാലകൃഷ്ണൻ, K ലോഹ്യ, PT ആസാദ് എന്നിവർ സംസാരിച്ചു. അറിയിപ്പുകൾ. ചിത്രരേഖ ആർട്ട് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ജലഛായ ചിത്രകാരൻ സുനിൽ ലിനസ് ഡേയുടെ വാട്ടർ കളർ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് പാവമണി റോഡിലുള്ള അക്കാദമി ഹാളിൽ ഒക്ടോബർ 25 ശനിയാഴ്ച 9 മണി മുതൽ സംഘടിപ്പിക്കും. ക്ലാസ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 9492220642 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് നഗരത്തിലെ കോഫി ഷോപ്പിൽ അനാശാസ്യം. യുവമോർച്ച പ്രവർത്തകർ കോഫി ഷോപ്പ് അടിച്ചു തകർത്തു. പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട തൊഴിൽ മന്ത്രി മുതലാളിമാരുടെ വക്താക്കളായി മാറിയെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഭാസ്കരൻ. കടലുണ്ടി വാവുത്സവത്തിന് 10,000. മലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.